ഫിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കട്ട് വർക്ക് സാരീസാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്ന ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡിലാണ്. ഇതിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്പ് കട്ട് വർക്ക് സാരീസും അതുപോലെ റേറ്റിലും എല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത് ഓരോന്നായിട്ട് നമുക്കൊന്ന് കാണാം. ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ കട്ട് വർക്ക് വന്നിരിക്കുന്നത്. വേണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ കട്ട് വർക്ക് വരിക. ഒരു സോഫ്റ്റ് സിൽക്ക്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലിലാണ് ഇത് വന്നിരിക്കുന്നത്. പല്ലു ഇങ്ങനെ വരുന്നു, രണ്ട് സൈഡിലും ഈ കട്ട് വർക്ക് വരുന്നു. ലോവർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ ഡിസൈൻ തന്നെ വരുന്നുണ്ട്. അപ്പോൾ അത് ഓരോന്നായിട്ടൊന്ന് കാണാം. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം സാരി തന്നെയാണ്. ഇതൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സിൽക്ക് മെറ്റീരിയലിലാണ് ഇത് വന്നിരിക്കുന്നത്. സൈഡിൽ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കുമാണ് വരിക. ബോഡി പാർട്ട് ഇങ്ങനെയാണ് വരുന്നത്. സ്കാറ്റേർഡ് ആയിട്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. അതുപോലെ പ്ലീറ്റ്സിൻ്റെ ഭാഗവും ഇങ്ങനെയാണ് വരിക. നമ്മളിത് സാരിയൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഡൗട്ട് തോന്നുവാണെങ്കിൽ കളറിൽ, അപ്പോൾ വീഡിയോ കോളിൽ ഒന്ന് നോക്കിയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുക. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2365 ആണ്. അപ്പോൾ ഈ പിസ്ത ഗ്രീൻ ഷെയ്ഡിൽ തന്നെയുള്ള മറ്റൊരു എംബ്രോയ്ഡറി വർക്കാണിത്. ഇങ്ങനെയാണ് ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് വരിക. മറ്റൊരു ഡിസൈൻ കട്ട് വർക്കാണ്, അതേപോലെ എംബ്രോയ്ഡറി വർക്കും വന്നിരിക്കുന്നു. രണ്ടും റേറ്റ് സെയിം തന്നെ. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ഡിസൈനിൽ മാറ്റമുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു ഷെയ്ഡാണ് ഇത്. മെറൂൺ അല്ല കേട്ടോ ഈ കളറ്, മെറൂണും അല്ല, ഡാർക്ക് ഒണിയൻ്റെ ഒക്കെ ഒരു കളറിലാണ് ഇത് വരിക. ഇതിൻ്റെ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും ഇങ്ങനെയാണ് വരിക. ഇതാണ് മറ്റൊരു ഡിസൈൻ. റേറ്റ് വരുന്നത് 2365. ഇത് ഒരു ഒലിവ് ഗ്രീൻ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. സോഫ്റ്റ് സിൽക്കിലാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു ഓൾ ഓവർ വരിക. ബോഡി പാർട്ടിൽ സ്കാറ്റേർഡ് ആയിട്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ഞാനിത് 1 പ്ലീറ്റ് ആയിട്ടാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് പ്ലീറ്റ്സിൻ്റെ ഭാഗം വരിക. ഇതിൻ്റെ ബ്ലൗസ് പീസിൻ്റെ ബാക്കിലും ഇതേ ഡിസൈൻ തന്നെ, ബാക്കിലും സ്ലീവിലും ഇതേ ഡിസൈൻ തന്നെ വരുന്നുണ്ട്. ആ എംബ്രോയ്ഡറി വർക്കുകൾ സെൽഫായിട്ട് തന്നെ ബാക്ക് പീസിലും അതുപോലെ സ്ലീവിൻ്റെ എൻഡിലും ഈ ഡിസൈൻ വരുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 3195 ആണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരിക. കട്ട് വർക്ക് വന്നിരിക്കുന്നു, എംബ്രോയ്ഡറി വർക്കും. ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ. ഈ കളറ് ഒലിവ് ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇത് ഉൾഭാഗം വരുന്നു. ഇതുണ്ട്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സിൽക്ക് മെറ്റീരിയലിലാണ് ഇതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. പല്ലുവിൽ ഫുള്ളായിട്ടും തന്നെ ഇങ്ങനെ എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ട്. കട്ട് വർക്ക് ഇങ്ങനെയും വരുന്നു. ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്. അപ്പോൾ അത് ഓരോന്നായിട്ട് കാണാം കേട്ടോ. നല്ലൊരു ചിക്കു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു. സെയിം പാറ്റേൺ തന്നെ, ഡിസൈനും സെയിം തന്നെ. അപ്പോൾ ഇതിൽ എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും കൂടിയാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ബോഡി പാർട്ട് വരിക. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഹാഫായിട്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ആ ബോർഡറും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരിക. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും അതുപോലെ ബാക്ക് പോർഷനിലും സെൽഫായിട്ട് തന്നെ ഈ ഡിസൈൻ വരുന്നത്. സെൽഫായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത്. റേറ്റ് വരുന്നത് 3195. ഇതാണ് മറ്റൊരു ഷെയ്ഡ്. എല്ലാ കളറുകളും ഏത് കളർ ടോണുകാർക്ക് അനുയോജ്യമായ കളറിലാണ് വന്നിരിക്കുന്നത്. നല്ല ഷെയ്ഡ്സിൽ. അതുപോലെ അതിൽ കട്ട് വർക്ക് എംബ്രോയ്ഡറി വർക്കും കൂടെ വന്നപ്പോൾ അതിലേറെ അത് ഭംഗിയായിരിക്കുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. പല്ലുവിൽ നിറയെ എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട്. ബോർഡർ പല്ലു ഇങ്ങനെ വരുന്നു. ഈ സൈഡും ഇങ്ങനെ തന്നെയാണ് വരിക. ബോഡി പാർട്ട് ഇങ്ങനെ വരുന്നു. നമുക്കിത് ചെറിയ ചെറിയ പ്ലേറ്റ്സ് ആയിട്ടും അതുപോലെ 1 പ്ലേറ്റ് ആയിട്ടും ഈ സാരിയെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. ഇതാണ് പ്ലേറ്റ്സിൻ്റെ ഭാഗം വരിക. ഇതാണ് ഇതിൻ്റെ ഡിസൈൻ. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ്
സ്ലീവിൻ്റെ എൻഡിലും അതുപോലെ ബാക്കി പോർഷനിലും സെൽഫായിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ഇത് മറ്റൊരു ഷെയ്ഡ്. എല്ലാം നല്ല കളർ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരിക. ബോഡി പാർട്ട് 2 സൈഡിലും ബോർഡർ വന്നിരിക്കുന്നു. ലോവർ പോർഷനിൽ ഈ ഡിസൈൻ എല്ലാത്തിൻ്റെയും കംപ്ലീറ്റ് ആയിട്ടും ഈ എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും വരുന്നുണ്ട്. പ്ലേറ്റ്സിൻ്റെ ഭാഗത്ത് ഇങ്ങനെയാണ് ഡിസൈൻ വരിക. വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ബാക്കി പോർഷനിലും സെൽഫായിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് വരുന്നു. നല്ലൊരു ബ്ലൂ ഷെയ്ഡ്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ബോഡി പാർട്ട് 2 സൈഡിലും ബോർഡർ. പ്ലേറ്റ്സിൻ്റെ ഭാഗം വരുമ്പോൾ ഇങ്ങനെ വരുന്നു. ഹാഫായിട്ട് എംബ്രോയ്ഡറി വർക്കും ബോർഡറും വരുന്നു. ഇങ്ങനെയാണ് ഇതിൽ ഓൾ ഓവർ വരിക. വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിലും ബാക്കി പോർഷനിലും സെൽഫായിട്ട് തന്നെ എംബ്രോയ്ഡറി വർക്ക്. ഇതാണ് ഇതിൻ്റെ മറ്റൊരു ഷെയ്ഡ്. നമുക്ക് ഈ മെറ്റീരിയൽ കാണുമ്പോൾ തന്നെ അറിയാം, വെയ്റ്റ്ലെസ് ആണ്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്, ട്രാൻസ്പെറൻ്റ് അല്ല. പല്ലു ഇങ്ങനെയാണ് വരിക. പല്ലുവിൽ ഫുള്ളായിട്ടും തന്നെ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ഇങ്ങനെയാണിത് വരിക. വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ബാക്കി പോർഷനിലും സെൽഫായിട്ട് തന്നെ എംബ്രോയ്ഡറി വർക്കുകൾ വരുന്നുണ്ട്. ബോഡി പാർട്ട് ഇങ്ങനെയാണ് വരിക. പ്ലേറ്റ്സിൻ്റെ ഭാഗത്ത് ഇങ്ങനെയും വരുന്നു. ഹാഫായിട്ട് തന്നെ എംബ്രോയ്ഡറി വർക്കും വരുന്നു. ലോവർ പോർഷനിൽ ഈ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. റേറ്റ് 3195. ഇത് സോഫ്റ്റ് സിൽക്കിൽ തന്നെ വന്നിരിക്കുന്നു. ഇതിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പല്ലുവിൽ ഇതുപോലെ ചെയ്തിരിക്കുന്നു. പല്ലുവിൽ ഈ കട്ട് വർക്ക് ഇങ്ങനെയാണ് വരിക. ബോഡി പാർട്ട് 2 സൈഡിലും ബോർഡർ വന്നിട്ട് ഇങ്ങനെ വരുന്നു. ഈ വർക്ക് ലോവർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇങ്ങനെയാണ് പ്ലേറ്റ്സിൻ്റെ ഭാഗത്ത് വരിക. ഇതിൻ്റെ റേറ്റ് വരുന്നത് 3595 ആണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഇതിൻ്റെ പല്ലുവാണ് ഇതിനേറെ ഹൈലൈറ്റ് ചെയ്യുന്നത്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ബാക്കി പോർഷനിലും സെൽഫായിട്ട് തന്നെയുള്ള എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട്. എല്ലാം വെറൈറ്റി കളേഴ്സാട്ടോ. നമ്മൾ സാധാ കാണുന്ന കളറുകളല്ല ഇതിനൊന്നിനും. അതുപോലെ ഇതിൻ്റെ വർക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഇതിൻ്റെ പല്ലുവിൽ ഇത്ര ഭംഗിയായിട്ട് തന്നെ വന്നിരിക്കുന്നു. നമുക്കൊരു ഫങ്ഷൻ വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടും വളരെ റിച്ച് ലുക്കിൽ തന്നെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ഇത് ഓൾ ഓവർ വരിക. ഇതാണ് നല്ല കളേഴ്സ്. ഇപ്പോൾ ഏത് കളർ ടോണുകാർക്ക് അനുയോജ്യമായൊരു ഷെയ്ഡിൽ തന്നെയാണ് ഇതെല്ലാം വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ബോഡി പാർട്ടിൽ വരിക. ഹാഫായിട്ട് തന്നെ ആ എംബ്രോയ്ഡറി വർക്കും അതുപോലെ ആ ബോർഡറും വന്നിരിക്കുന്നു. ഇതാണ് ഇതിൻ്റെ വർക്ക്. ട്രാൻസ്പെറൻ്റ് അല്ല ഈ മെറ്റീരിയൽ. അതുപോലെ വെയ്റ്റ് ലെസ്സുമാണ്. ഇങ്ങനെയാണ് ഇതുണ്ടോ, ഇങ്ങനെയാണിത് ഫുള്ള് വരിക. വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ബാക്കി പോർഷനിലും സെൽഫായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട്. റേറ്റ് 3595. നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ല് വരുന്നത്. ട്രാൻസ്പെറൻ്റ് അല്ല, വെയ്റ്റ്ലെസ് ആണ്, സോഫ്റ്റ് സിൽക്കിലുമാണ് വന്നിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം, ഇത് ലിമിറ്റഡ് നമ്പേഴ്സാണ് എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് കിട്ടിയില്ലെങ്കിൽ പറയരുത് കേട്ടോ. കാരണം കഴിഞ്ഞ തവണ എനിക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ ഈ കട്ട് വർക്കിൻ്റെ പല മോഡലുകൾ, വെറൈറ്റി മോഡലുകൾ അധികം തന്നെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ഫങ്ഷൻ വെയർ ആയിട്ടെല്ലാം കല്യാണങ്ങൾക്കെല്ലാം യൂസ് ചെയ്യാൻ. കാരണം വളരെ കുറഞ്ഞ റേറ്റിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല സാരീസ്. ഇങ്ങനെയാണ് ഇത് 1 ലെയർ ആയിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്.
ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ട് വരിക. ബ്ലൗസ് പീസ് ഇങ്ങനെയാണ്. ബാക്കിലും ഇത് ഒത്തിരി പ്രൊജക്റ്റ് ചെയ്യുന്ന എംബ്രോയ്ഡറി വർക്കൊന്നുമല്ല, സെൽഫായിട്ട് തന്നെ ബാക്കിൻ്റെ നെക്കിൻ്റെ ഭാഗത്തും അതുപോലെ സ്ലീവിൻ്റെ ഭാഗത്തും ഉണ്ടോ. സ്ലീവിൽ ഒത്തിരിയൊന്നുമില്ല, പക്ഷെ ഉള്ളത് ഭംഗിയായിട്ട് നല്ല സ്റ്റാൻഡേർഡായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് വരിക. ഇത്രയും വീതിക്ക് തന്നെ ഈ ഭാഗത്ത് പല്ലുവിൻ്റെ ഈ ഭാഗത്ത് ഈ വർക്ക് വരുന്നുണ്ട്. റേറ്റ് 3595. നല്ലൊരു ഒലിവ് ഗ്രീൻ ഷെയ്ഡ്. ഇങ്ങനെയാണ് ഇതിൻ്റെയും ഡിസൈൻ വരിക. വിത്ത് ബ്ലൗസ് പീസിൻ്റെ ബാക്ക് പോർഷനിലും അതുപോലെ സ്ലീവിൻ്റെ എൻഡിലും ഈ എംബ്രോയ്ഡറി വർക്ക് സെൽഫായിട്ട് വരുന്നു. ഇങ്ങനെയാണ് ഈ സാരി ഓൾ ഓവർ വരിക. ബോഡി പാർട്ട് ഹാഫായിട്ട് തന്നെ എംബ്രോയ്ഡറി വർക്ക് വരുന്നു. ഇങ്ങനെയാണ് പ്ലേറ്റ്സിൻ്റെ ഭാഗത്ത് വരിക. റേറ്റ് 3595. ഇതാണ് ഇതിൻ്റെ മറ്റൊരു ഷെയ്ഡ്. ഞാൻ പറഞ്ഞല്ലോ എല്ലാ കളറുകളും റയർ കളേഴ്സ്, വെറൈറ്റി കളേഴ്സ്. അതുപോലെ അതിൽ ആ വർക്ക് ഇതിനേറെ ഹൈലൈറ്റ് ചെയ്യുന്നു. എങ്ങനെയാണിത് വരിക. ബോഡി പാർട്ട് ഇങ്ങനെയും വരുന്നു. വളരെ സോഫ്റ്റായിട്ടുള്ള സിൽക്ക് മെറ്റീരിയലിലാണ്. നമുക്ക് ഈ മെറ്റീരിയൽ ഒന്ന് വാഷ് ചെയ്താലൊന്നും പ്രോബ്ലം ഉണ്ടാകുന്നൊരു മെറ്റീരിയലും അല്ല ഇത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫുള്ള് വരിക. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ വർക്ക് തന്നെ വരുന്നു. റേറ്റ് 3595. മറ്റൊരു ഷെയ്ഡ്. ഞാൻ പറഞ്ഞല്ലോ ഏത് കളർ ടോണുകാർക്ക് അനുയോജ്യമായ കളർ ടോണിലാണ് എല്ലാം വന്നിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ വർക്കും എല്ലാം വളരെ ഭംഗിയുള്ള കട്ട് വർക്കും ആണ് ഇതിൽ വന്നിരിക്കുന്നത്. കട്ട് വർക്കും സെൽഫായിട്ടുള്ള കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ബാക്ക് പോർഷനിലും ഈ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ സാരി ഓൾ ഓവർ വരിക. ബോഡി പാർട്ടിൽ രണ്ട് സൈഡിലും ബോർഡർ വരുന്നുണ്ട്. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഹാഫായിട്ട് എംബ്രോയ്ഡറി വർക്കും ബോർഡറും വരുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരിക. ഇതൊരു ചിക്കു ഷെയ്ഡിൽ, ഇത് നമ്മൾ ഒത്തിരി കൊണ്ടുവന്ന ഒത്തിരി പേര് നമ്മളിൽ നിന്ന് വാങ്ങിച്ച ഒരു ഐറ്റമാണ് ഈ കട്ട് വർക്ക്. കാരണം 2135ൻ്റെ ഒരു കട്ട് വർക്കാണ്. ഇങ്ങനെയാണ് ഇതിൽ വരിക. ഇതിൻ്റെ ബ്ലൗസ് പീസ് പ്ലെയിനായിട്ട് തന്നെയാണ് വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ കട്ട് വർക്ക് വരിക. ബോഡി പാർട്ടിൽ രണ്ട് സൈഡിലും ഈ കട്ട് വർക്കും സെൽഫായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും കൂടെ വരുന്നു. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെയും വരുന്നു. ഹാഫായിട്ട് തന്നെ ആ വർക്കും അതുപോലെ ബോർഡർ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും കൂടെയാണ് വരിക. ഈ ലോവർ പോർഷനിൽ ഇത് കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട് ഈ ഡിസൈൻ. പിന്നെ വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിനുമാണ്. റേറ്റ് വരുന്നത് 2135 ആണ്. അപ്പോൾ ഇതിൻ്റെ കളേഴ്സാണ് ഇനി കാണിക്കുന്നത്. അതുകൊണ്ട് ഞാനിത് വിടർത്തുന്നില്ല. ഇത് തന്നെ മെറ്റീരിയൽ സെയിം തന്നെ, ഡിസൈനുകളിൽ സ്വല്പം ഡിഫറൻസൊക്കെ വരും, കളറിൽ മാത്രം മാറ്റങ്ങളുണ്ട്. ഇതാണ് മറ്റൊരു ഷെയ്ഡ്, ഒരു ബ്ലൂ ഷെയ്ഡ്. ഇങ്ങനെയാണ് ഇതിൻ്റെ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും വരുന്നു. ബാക്കിയെല്ലാം ഞാൻ ഈ കാണിച്ചിരിക്കുന്ന സാരിയുടെ തന്നെ, യാതൊരു ഡിഫറൻസും ഇല്ല. ഇതൊരു മെറൂൺ ഷെയ്ഡ്. ഇതിൻ്റെ എല്ലാം റേറ്റ് 2135 ആണ്. നല്ലൊരു പിങ്ക് ഷെയ്ഡ്. ഇതാണ് ഇതിൻ്റെ കട്ട് വർക്ക് വരുന്നത്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിനായിട്ട് വരുന്നു. മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡിലാണ് ഇത് വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും വരുന്നത്. നല്ലൊരു ലാവണ്ടർ ഷെയ്ഡ്. ഇതിൻ്റെ എല്ലാം ഞാൻ ഇതിന് മുൻപ് ശരിക്കും വിടർത്തി തന്നെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ തവണ അത് ഫുള്ളായിട്ട് വിടർത്താത്തത്. നല്ലൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡ്. റേറ്റ് എല്ലാം 2135 ആണ് ഇതിൻ്റെ എല്ലാം. പീച്ച് ഷെയ്ഡ്.
എല്ലാം വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിനുമായിട്ട് വരുന്നു. ഇത് മറ്റൊരു ഷെയ്ഡ്. ഇതൊരു ഗ്രീൻ ഷെയ്ഡിൽ വന്നിരിക്കുന്നു. ഇതിലും കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കുമാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇത് ഓൾ ഓവർ വരിക. ഇങ്ങനെയാണ് ബോഡി പാർട്ട് വരിക. ബോഡി പാർട്ടിൽ സ്കാറ്റേഡായിട്ടും ഈ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ഇങ്ങനെയാണ് പ്ലീറ്റ്സിൻ്റെ ഭാഗത്ത് വരിക. ഹാഫായിട്ട് ആ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. അതുപോലെ ഈ ഡിസൈൻ ഓൾ ഓവർ വരുന്നുണ്ട് ലോവർ പോർഷനിൽ. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ല് വരിക. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ ഡിസൈൻ തന്നെ വരുന്നു. ഇത് ഈ ഗ്രീൻ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഈ സാരിയുടെ സെയിം കളറിൽ തന്നെ വന്നിരിക്കുന്നു. പക്ഷേ ഇതിൻ്റെ കട്ട് വർക്കിനും എംബ്രോയ്ഡറി വർക്കിനും മാറ്റമുണ്ട്. റേറ്റ് സെയിം തന്നെയാണ്. 2365 ആണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും വരുന്നത്. ഒരു ഡാർക്ക് ഷെയ്ഡിൽ തന്നെയാണ് വരിക. ഇതാണ് മറ്റൊരു ഷെയ്ഡ്. ഇതിൻ്റെ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും ഇങ്ങനെ തന്നെ വരുന്നു. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2365. ഒരു ബ്ലൂവിഷ് ഗ്രേ ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും വരിക. പല്ലുവിൽ സ്കാറ്റേഡായിട്ട് എംബ്രോയ്ഡറി വർക്കുകൾ വരുന്നുണ്ട്. ബോർഡർ ഇങ്ങനെയും വരുന്നു. ഇങ്ങനെയാണ് വരിക. ബോഡി പാർട്ടിൽ രണ്ട് സൈഡിലും ഈ ബോർഡർ വരുന്നുണ്ട്. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോഴേക്ക് ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരിക. ഇങ്ങനെ വരുന്നു. നമുക്ക് 1 ലെയറായിട്ടും ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആയിട്ടും എല്ലാം ഇതിനെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ബ്ലൗസ് പീസിൽ ഫുള്ളായിട്ടും ഈ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2865 ആണ്. ഇതൊരു മെറൂൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും ഇങ്ങനെയാണ് വരിക. പല്ലു. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2259 ആണ്. ബോഡി പാർട്ട് ഇങ്ങനെ വരുന്നു. ഹാഫായിട്ട് എംബ്രോയ്ഡറി വർക്കും വരുന്നു. ബോർഡറും വരുന്നു. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ ഡിസൈൻ തന്നെ വരുന്നുണ്ട്. അപ്പം ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് കുറേ കട്ട് വർക്ക്സ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതാ വേണ്ടതെന്ന് അപ്പോൾ എല്ലാത്തിൻ്റെ റേറ്റും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കളറിൽ ഞാൻ എപ്പോഴും പറയുന്നു, എന്തെങ്കിലും ഇത് എടുത്തു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ കോളിൽ വന്നാൽ ഞാൻ ആ കളറ് കറക്റ്റായിട്ട് തന്നെ കാണിച്ചു തരാം. അപ്പം ഏതാ വേണ്ടതെന്ന് വെച്ചാൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒരു സ്ക്രീൻഷോട്ട് അയയ്ക്കുക.